ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു കിണ്ണത്തപ്പം വീഡിയോ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരം കൂടിയാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാര് നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന പലഹാരങ്ങളിൽ വളരെ സ്വാദിഷ്ടമായ ഒന്ന് തന്നെയാണ്. ഈ ഒരു അപ്പത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ അപ്പം മാവ് കലക്കിയ ഉടൻ തന്നെ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. മാവിനെ പുളിപ്പിക്കാനൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. റിബൺ പോലെയാണ് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാനും സാധിച്ചിട്ടുള്ളത്. നമ്മുടെ കിണ്ണത്തപ്പത്തിന് സ്വാദ് കൂട്ടുന്നതിനായിട്ട് ഞാനിതിലേക്ക് പഴം വരട്ടിയത് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം ചക്ക വരട്ടിയതാണെങ്കിൽ അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് നേന്ത്രപ്പഴം അരച്ച് ചേർത്ത് തയ്യാറാക്കിയാലും വളരെ സ്വാദ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. കിണ്ണത്തപ്പം തയ്യാറാക്കാനും വേണ്ടിയിട്ട് ആദ്യമേ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 3/4 കപ്പ് അളവിലാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇത് വറുത്ത നൈസ് അരിപ്പൊടിയാണ്. അരിപ്പൊടി പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 3/4 കപ്പ് തന്നെ ഗോതമ്പ് പൊടി കൂടിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴം വരട്ടിയതാണ്. നിങ്ങളുടെ കൈവശം പഴം വരട്ടിയതില്ലെങ്കിൽ പഴുത്ത ഏത്തപ്പഴം ഒരെണ്ണം അരച്ച് ചേർത്താലും മതിയാകും. അതിനുശേഷം നമുക്കിതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഴം വരട്ടിയതില്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ചക്ക വരട്ടിയതുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. പഴം വരട്ടിയെടുക്കാൻ അറിയില്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് 1 കപ്പ് ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1 നുള്ളു ഉപ്പും കൂടി ചേർക്കണം. ഇനി വേണ്ടത് ഏലക്കപ്പൊടിയാണ്. ഞാനിവിടെ 1 സ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൂടി എടുക്കാം. ആദ്യം ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിനാണ് കിട്ടുക. വീണ്ടും നമുക്കിതിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പാനി കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മധുരം നോക്കിയിട്ട് വേണം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനായിട്ടും. ഈ ഒരു സമയത്തും മാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവില് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇപ്പോഴും നല്ല കട്ടിയായിട്ട് തന്നെയാണ് മാവ് ഇരിക്കുന്നത്. വീണ്ടും 1 കപ്പ് അളവിൽ കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 1.5 കപ്പ് അളവില് ശർക്കര പാനിയും 2 കപ്പ് അളവില് പച്ചവെള്ളവുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 സ്പൂൺ അളവില് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവിലേക്ക് 1 സ്പൂൺ അളവില് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ ശർക്കര പാനിയുടെ കുത്തൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് അളവില് നെയ്യിൽ വറുത്തെടുത്ത കടലപ്പരിപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം വേവിച്ചെടുക്കാനുള്ള അപ്പത്തിന്റെ മാവ് റെഡിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് വേവിച്ചെടുക്കാനുള്ള ആവിപ്പാത്രം ഒന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് പാത്രം ഒന്ന് പെട്ടെന്ന് ചൂടായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ചൂടായി കഴിഞ്ഞാൽ പാത്രം പുറത്തെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ തടവിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന കിണ്ണത്തപ്പത്തിന്റെ മാവാണ് കോരി ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്ത് വളരെ തിന്നായിട്ടാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുക. 2 തവി മാവാണ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവിയിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ. ഇനി ഇതിന്റെ മേളിലായിട്ട് നെയ്യിൽ വറുത്തെടുത്ത കടലപ്പരിപ്പും കുറച്ച് നല്ല ജീരകം കൂടെ ഇതിന്റെ മേളിലായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല ജീരകം ഈ ഒരു സമയത്ത് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ മാവ് കലക്കുന്ന സമയത്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കിണ്ണത്തപ്പം ആവിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിനെ പുറത്തേക്ക് എടുത്ത് വെക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം അടുത്ത കിണ്ണത്തപ്പവും നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ആദ്യം വേവിച്ചെടുത്ത കിണ്ണത്തപ്പം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ അരികു ഭാഗമെല്ലാം നല്ലതുപോലെ വിട്ടു നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ ആയി കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഈ കിണ്ണത്തപ്പത്തിനെ ഒന്നെടുത്ത് മാറ്റാം. അതിനുശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടർത്തിയും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പം നല്ല പാട പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും എടുത്തു മാറ്റാം.
കിണ്ണത്തപ്പം വളരെ സോഫ്റ്റായിട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ആദ്യ കിണ്ണത്തപ്പം ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടുമുണ്ട്. നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പാട പോലെ തന്നെ വേവിച്ചെടുക്കുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഈ കിണ്ണത്തപ്പത്തിന് വേവിച്ചെടുക്കാൻ സാധിക്കുന്നത്. അടുത്ത കിണ്ണത്തപ്പവും പാത്രത്തിൽ നിന്ന് നമുക്കെടുത്ത് മാറ്റാം. രണ്ടാമത്തെ കിണ്ണത്തപ്പവും വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇതും നമുക്കിതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുഴുവനും കിണ്ണത്തപ്പവും തയ്യാറാക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാട പോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ കിണ്ണത്തപ്പത്തിന് വേവിച്ചെടുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് മാത്രം മതിയാകും. അതുപോലെ ഞാൻ ഈ എടുത്തിട്ടുള്ള അളവുകൾ വെച്ചിട്ട് എനിക്കൊരു 6 കിണ്ണത്തപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളതും. അവരും നമ്മുടെ വീഡിയോ കണ്ട് തയ്യാറാക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് എന്തുണ്ടാക്കി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന നമ്മുടെ അമ്മമാർക്ക് ഈ ഒരു വീഡിയോയും വളരെ തന്നെ പ്രയോജനകരമായിരിക്കും. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും പഴമൊക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കിക്കോളൂ. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.